ഇവിടെ നമുക്ക് ഈ സംഖ്യാശ്രേണികൾ എങ്ങനെയാണ് പോയേക്കുന്നത് നോക്കാം. 8ന്റെ കൂടെ 3 കൂട്ടി, 11ന്റെ കൂടെ 3 കൂട്ടി, ഇവിടെ 20ന്റെ കൂടെ 3 കൂട്ടി, എല്ലായിടത്തും 3 വീതം കൂട്ടിയാണ് വന്നേക്കുന്നത്. അതായത് 3 കൂട്ടി, ഇവിടെ 14ന്റെ കൂടെ 3 കൂട്ടി എഴുതിയാൽ മതി 17. ഇപ്പം എല്ലാം 3 വീതം കൂട്ടി എഴുതിയേക്കുന്നത്. 17ന്റെ കൂടെ 3 കൂട്ടി. ഇപ്പോൾ ഇവിടെ 17 ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ കൂട്ടി നോക്കുമ്പോൾ ശരിയാവുന്നില്ല. 5, 20, 60. അപ്പം അതിനൊരു പ്രത്യേകത കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഗുണിച്ച് നോക്കാം, അല്ലെ ഹരിച്ച് നോക്കാം. 5ന്റെ കൂടെ 2 കൂടെ ഗുണിക്കുമ്പോൾ 10 കിട്ടും. 10ന്റെ കൂടെ 3 കൂടെ ഗുണിക്കുമ്പോൾ 30 കിട്ടും. 30ന്റെ കൂടെ 4 കൂടെ ഗുണിച്ചാൽ 120 കിട്ടും. ഇനി 120ന്റെ കൂടെ 5 കൂടെ ഗുണിക്കാം. അതായത് 12 5 60, 600 കിട്ടും. 600 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 2 ഗുണിച്ചു, ഇവിടെ 3 ഗുണിച്ചു, ഇവിടെ 4 ഗുണിച്ചു, ഇവിടെ 5 ഗുണിച്ചു. വ്യത്യാസം നോക്കിയാലും കുറച്ച് നോക്കിയാലും കൂട്ടി നോക്കിയാലും ഒന്നും ഒരു പ്രത്യേക വ്യത്യാസം കാണുന്നില്ല. പിന്നെ ഇൻറ്റു ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. പകുതിയായി വരുന്നെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ 2 ഗുണിച്ച്, 5ന്റെ കൂടെ 2 ഗുണിച്ച് 10, 10ന്റെ കൂടെ 3 ഗുണിച്ച് 30, 30ന്റെ കൂടെ 4 ഗുണിച്ച് 120. അങ്ങനെ ആ ശ്രേണി പോയേക്കുന്നത്. ഇനി 120ന്റെ കൂടെ 5 ഗുണിക്കുക. 12 5 60 ഒരു 0 കൂടി ഇട്ട് കൊടുത്തത്. 120 × 5, 12 5 കൂടെ ഗുണിച്ചിട്ട് ഒരു 0 600 വരും. ഓപ്ഷൻ സി ആണ്.